ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ബ്രൂട്ടസ്. അപ്പോൾ നമ്മുടെ ബി ജി എമ്മയുടെ പുതിയ അപ്ഡേറ്റിന് ശേഷം ബി ജി എമ്മയ്ക്കകത്ത് അപ്പോൾ അതുപോലെ രണ്ട് പുതിയ അച്ചീവ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പം വീഡിയോ ശ്രദ്ധിച്ച് കാണുക, അച്ചീവ്മെന്റ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ. അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് ഫ്രണ്ട്സ്. അപ്പം അച്ചീവ്മെന്റിന്റെ സെക്ഷൻ എടുക്കാം നമുക്ക്. ഓക്കെ, അച്ചീവ്മെന്റ് സെക്ഷൻ ഇവിടെ എവിടെയോ ആയിരുന്നല്ലോ. ഓക്കെ, ഹോണർ ഇവിടെ അച്ചീവ്മെന്റ്. ഇതാണ് രണ്ട് പുതിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഒന്ന് ഡീമൺ ഹണ്ടർ എന്നും പിന്നെ ഒന്ന് ക്രിംസൺ മൂൺസ് എന്ന് പറയുന്ന ഒരു അച്ചീവ്മെന്റുമാണ്. അപ്പം ഇതിൽ ആദ്യത്തെ അച്ചീവ്മെന്റ് നമുക്ക് നോക്കാം. ഇത് ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ള അച്ചീവ്മെന്റ് ആണ്. അതായത് ഈ അച്ചീവ്മെന്റിന്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്: എലിമിനേറ്റ് 20 പ്ലേയേഴ്സ് ട്രാൻസ്ഫോം ഇൻ ടു വൂൾഫ് വാരിയർ ഓർ വാമ്പയർ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് സംഭവം എന്ന് പറയുന്നത് ആ വാമ്പയർ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ വൂൾഫ് ആയിട്ട് വരുന്ന എനിമിയെ കൊല്ലണം. എനിമിയെ കൊല്ലുമ്പം അവർ വൂൾഫായി തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ വാമ്പയർ ആയിട്ട് തന്നെ ആയിരിക്കണം അവർ നോക്കൗട്ടായി വീഴേണ്ടത്. ചിലരാണെന്ന് പറയുമ്പോൾ ഫയർ കിട്ടുമ്പോഴത്തേക്ക് ഒരു ട്രാൻസ്ഫോം ആയിട്ട് നോർമൽ പ്ലെയർ ആയിട്ട് നമ്മളെ ഫയർ ചെയ്യും. പക്ഷെ അങ്ങനെയുള്ളവരെ കൗണ്ട് ആവത്തില്ല. അതുകൊണ്ട് ഫുൾ ഇത് വൂൾഫായിട്ട് അല്ലെങ്കിൽ വാമ്പയർ ആയിട്ട് നിൽക്കുന്ന എനിമിയെ കൊന്നാൽ മാത്രമാണ് ഇത് കൗണ്ട് ആവും. അങ്ങനെ 20ഓളം എനിമികളെ കൊല്ലണം. അപ്പൊ ഇത് ഒറ്റ മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിങ്ങനെയുള്ള കിട്ടാൻ, ഈ ഒരു സാഹചര്യത്തിൽ എനിമിയെ കിട്ടാൻ ഇച്ചിരി പാടാണ്. അതാണ് ഞാൻ പറയുന്നത്, ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ള അച്ചീവ്മെന്റ് ആണെന്ന്. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2 ക്ലാസിക്കറ്റിന്റെ കൂപ്പണും 30 അച്ചീവ്മെന്റ് പോയിന്റുമാണ് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ അച്ചീവ്മെന്റ് നമുക്കിത് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ അച്ചീവ്മെന്റിന്റെ അകത്ത് മൊത്തം 3 മിഷൻസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ വൂൾഫ് അല്ലെങ്കിൽ വാമ്പയർ ആയിട്ട് ട്രാൻസ്ഫോം ആകാം 3 പ്രാവശ്യം. അത് ഒറ്റ മാച്ചിൽ തന്നെ നമുക്ക് 3 പ്രാവശ്യം ആവാം. അതുകൊണ്ട് അത് കൗണ്ട് ആവും ഒറ്റ മാച്ചിൽ തന്നെ. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് എൻ്റർ ദ ക്രിംസൺ കാസിൽ എന്നാണ്. ഈ ക്രിംസൺ കാസിൽ എന്ന് പറയുന്നത് നമ്മുടെ ആ മെയിൻ ഹോൾ ഡ്രോപ്പ് ലൊക്കേഷൻ ആണ്. അപ്പൊ അവിടുത്തെ ആ ഒരു കാസിൽ, ആ ഒരു കൊട്ടാരം പോലത്തെ സംഭവത്തിൽ ഒരു പ്രാവശ്യം ഇറങ്ങിയാൽ മതി. അത് കൗണ്ട് ആവും. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം, 2 ടൈംസ് ഇറങ്ങണം. അപ്പോൾ അത് സിംഗിൾ മാച്ചിൽ തന്നെ കൗണ്ട് ആവും. ഒന്ന് നമുക്ക് ഡയറക്റ്റ് അവിടെ ജമ്പ് ചെയ്ത് എടുക്കുമ്പോൾ അത് കൗണ്ട് ആവും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കീ ഉണ്ടല്ലോ, അതായത് ക്രിംസൺ കീ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും അങ്ങോട്ട് തന്നെ പോവാം. അങ്ങനെ 2 പ്രാവശ്യം ഒറ്റ മാച്ചിൽ തന്നെ കൗണ്ട് ആവും. പിന്നെ ലാസ്റ്റ് മിഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ദ റെനവേഴ്സ് ക്ലാൻ ചെസ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പൊ ഈ സംഭവം എന്ന് പറയുന്നത് ആദ്യം എല്ലാവരും കരുതുന്നത് നമ്മുടെ ആ ഒരു കൊട്ടാരത്തിലുള്ള റീകോൾ കാർഡ് കിട്ടുന്ന ആ ഒരു ചെസ്റ്റ് ആണെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല. അതിന് പകരം നമ്മുടെ മാപ്പിൽ ചില സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഒരു യെല്ലോ കളർ ഐക്കൺ കാണിച്ചിട്ട് അവിടെ ഒരു റീകോൾ ടവർ പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് പോയി ഓപ്പൺ ചെയ്യണം. അത് 2 പ്രാവശ്യം ഓപ്പൺ ചെയ്യുമ്പം നമുക്കിത് കൗണ്ട് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മിഷൻസ്, അച്ചീവ്മെന്റ്സ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നിരിക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ നിങ്ങളുടെ ബി ജെ എം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ റോഡ് ടു 100K ആണ്. ഇപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് പെട്ടെന്ന് 100K ആവാൻ പറ്റും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്.